എന്താണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? നഞ്ചക്ക് കൊണ്ട് തലക്കടിച്ച് തലയോട്ടി പൊട്ടിക്കുന്ന വിദ്യാർത്ഥി, റാഗിങ്ങിൻ്റെ ക്രൂര വിനോദം ആസ്വദിച്ച് മരണപ്പെടുത്തുന്ന അല്ലെങ്കിൽ മരണം കൊണ്ടുകൊടുക്കുന്ന സുഹൃത്തുക്കൾ, ഉമ്മയെ തലക്കടിച്ചിട്ട് ചുറ്റിക കൊണ്ട് ബോധം നഷ്ടപ്പെട്ട് കൊല്ലാൻ ശ്രമിച്ച് ബാക്കിയുള്ള 5 പേരെയും കൊന്നിട്ട് ഒരു വ്യത്യാസവുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുന്ന പുത്രൻ. എവിടെയാണ് ഈ നമ്മുടെ സമൂഹവും വിദ്യാർത്ഥികളും എത്തി നിൽക്കുന്നത്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം? എല്ലാവരും ഒരുപാട് കാരണങ്ങൾ പറഞ്ഞേക്കാം, പക്ഷേ ഏറ്റവും പ്രധാന കാരണം ഇത് ലഹരി തന്നെയാണ്. സിന്തറ്റിക് ഡ്രഗ്സ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന MDMA, അതേപോലെ മറ്റ് എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഇത് തലച്ചോറിൻ്റെ പ്രത്യേക ഭാഗത്തെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അമിഗ്ഡല, അതേപോലെ ഹിപ്പോ ക്യാമ്പസ്, ഇതിൻ്റെ ഈ ഭാഗങ്ങളുടെ തലച്ചോറിൻ്റെ പ്രധാന ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്ററി എഫക്റ്റാണ്. എല്ലാ മനുഷ്യരിലും ഒരു മൃഗീയ സ്വഭാവമുണ്ട്. ആ മൃഗീയ സ്വഭാവത്തെ അടിച്ചമർത്തി ഒതുക്കി നിർത്തുന്ന ഈ പ്രത്യേക ഏരിയകൾ, ബ്രെയിനിൻ്റെ ഏരിയകളുടെ ആ ആക്ഷൻ, ആ ഇൻഹിബിറ്ററി ആക്ഷൻ ഒഴിവാക്കുകയാണ് ഈ ലഹരികൾ മൊത്തം ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇൻഹിബിറ്ററി എഫക്റ്റ് നമ്മൾക്ക് ഒഴിവായാൽ നമ്മളും മൃഗീയമായിട്ട് പെരുമാറും. ഈ ഇൻഹിബിറ്ററി എഫക്റ്റ് ഒഴിവാക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ എത്തിച്ചേരുന്നത്, ഈ കുട്ടികളിൽ എത്തിച്ചേരുന്നത്? ഈ കുട്ടികൾക്ക് ഇത് കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കണം. ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഒരുപാട് ജനങ്ങൾ ഇതിനെപ്പറ്റി പല രീതിയിലും പ്രതികരിക്കും. രാഷ്ട്രീയക്കാർ, മതം, സോഷ്യൽ മീഡിയ, പത്രങ്ങൾ, TV, എല്ലാവരും വളരെ കാര്യമായിട്ട് അഗ്രസീവായിട്ട് എങ്ങനെ ചികിത്സിക്കണമെന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ റൂട്ട് കോസ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഈ കുട്ടികൾക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകണം. ഞാൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ എനിക്കത് കഴിവില്ല എന്ന് പറയുമ്പോൾ അവരെ കൂട്ടിച്ചേർത്ത് അവരെ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും ആ സ്ഥാപനങ്ങൾ നടത്തുന്ന മേധാവികളും അതിന് ഉത്തരവാദികളാവണം. അവരേറ്റെടുക്കണം. അത് സമൂഹത്തിൽ ഒറ്റപ്പെടില്ല, നിൻ്റെ കൂടെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് പ്രോത്സാഹനം നൽകുന്ന ഈ ആളുകൾ സ്ട്രോങ് ആയാൽ ഒരു ചെയിനും പിന്നെ അവിടെ വർക്ക് ചെയ്യില്ല. ഓരോ സ്കൂളിലും ഓരോ വിദ്യാലയത്തിലും ഇതിൻ്റേതായ ഒരു അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്ന സെൻറ്ററുകളുണ്ട്. തമാശക്ക് വേണ്ടി ഒരു പ്രാവശ്യം വായിൽ വെച്ച് നോക്കിയാൽ ഇത്തരം ഡ്രഗ്സുകൾ 48 മണിക്കൂർ വരെ അത് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടും. അത്ര അഡിക്ഷൻ വരുന്ന ലഹരി പദാർത്ഥങ്ങളാണ്. അതുകൊണ്ട് തമാശക്കെങ്കിലും കുട്ടികളൊന്ന് ഉപയോഗിച്ച് ആ അനുഭവം പിന്നീട് കുട്ടികൾക്ക് ആ സാധനം കിട്ടിയില്ലെങ്കിൽ കലാപങ്ങളിലേക്കും സാമ്പത്തിക ഇടപാടുകളിലേക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിലേക്കും കളവിലേക്കൊക്കെ ആ കുട്ടികൾ മാറി തുടങ്ങും. അപ്പോൾ ആ ഇൻഹിബിറ്ററി എഫക്റ്റ് കൊലപാതകങ്ങളിലേക്ക് നീങ്ങും. അതുകൊണ്ട് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകണം. 2, ഈ സ്ഥാപന മേധാവികൾ ഇതിൻ്റെ ചാനൽ കണ്ടുപിടിക്കണം. ഓരോ സ്ഥാപനത്തിൻ്റെയും, ഇപ്പം നമുക്കറിയാം, ഒരു പ്രൈവറ്റ് കോളേജിലാണ് നെഞ്ചക്ക് അടിച്ചിട്ട് തലക്ക് പൊട്ടിച്ച് ഒരു കുട്ടി, റാഗിങ് നടന്നത് അങ്ങനെ തന്നെയാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. അതിനൊക്കെ ഓരോരോ മേധാവികളുണ്ടാവും ഓരോ സ്ഥാപനത്തിന്. ഗവൺമെൻറ്റിന് പരിമിതികളുണ്ട്, നിയമങ്ങൾക്ക് പരിമിതികളുണ്ട്, പോലീസിന് പരിമിതികളുണ്ട്. പക്ഷേ ഒരു പരിമിതിയും ഇല്ലാത്ത സ്ഥാപന മേധാവികൾക്ക് ഈ ചെയിൻ കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. ഈ എല്ലാ സ്കൂളുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും കൃത്യമായിട്ട് ഐഡിയ ഉള്ളവരായിരിക്കും ആ സ്ഥാപനം നടത്തുന്നത്. അവർ മാത്രം വിചാരിച്ചാൽ മതി ഈ ചെയിനുകൾ പൊട്ടിക്കാൻ. എൻ്റെ സ്ഥാപനത്തിൽ റാഗിങ് നടത്താൻ പാടില്ല എന്ന് കൽപ്പിക്കുന്ന ഒരു ലീഡർ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ സമൂഹത്തിനെ നല്ല നിലയിൽ വാർത്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഈ മക്കളിൽ ശരിക്ക് ക്വാളിറ്റി ഉണ്ടാവത്തില്ല. പതിരുകളായി മാറുന്ന ഒരു സമൂഹത്തെ നമ്മൾ വളർന്നു വരുന്ന ഒരു അവസരം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ട്, അതൊക്കെ നടക്കട്ടെ, പോസ്റ്ററിങ്ങും എല്ലാം നടക്കട്ടെ. പക്ഷേ ഏറ്റവും പരമപ്രധാനമായി ഞാൻ പറയുന്നു, എല്ലാവരും ഒന്നിച്ചിറങ്ങണം. ഇത്തരം ചെയിനുകളെ, ഇത്തരം കോക്കസുകളെ, ഇത്തരം വിദ്യാർത്ഥികളെ കണ്ടെത്തിയിട്ട് അവർക്ക് സ്റ്റേജ് 1 ആണോ, സ്റ്റേജ് 3 ആണോ, സ്റ്റേജ് 5 ആണോ, ഏതാ കണ്ടുപിടിച്ചിട്ട് ആ സ്റ്റേജിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മളെ മക്കളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ഒരു നിലക്കും തിരിച്ചു വരാത്ത മക്കളെ അതിൻ്റേതായ അഡിക്ഷൻ സെൻറ്ററിലേക്ക് മാറ്റണം. ഇത് എൻ്റെ മകനത് ചെയ്യില്ല എന്ന് സാധാരണ പറയുന്ന
ആ അനുഭവത്തിൽ നിന്ന് എൻ്റെ മകനെ അത് ചെയ്യുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറിയാൽ നമ്മൾക്ക് എല്ലാവർക്കും ഇതിനെ നിയന്ത്രിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്